സമാനതകളില്ലാത്ത പ്രതിസന്ധികളിലൂടെയും പീഡനങ്ങളിലൂടെയും കടന്നു പോയിക്കൊണ്ടിരുന്ന നൈജീരിയൻ ക്രൈസ്തവ സമൂഹത്തിന് വളരെ പ്രതീക്ഷ നൽകുന്നതായിരുന്നു പോയ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങൾ. നിരന്തരമായ ഇസ്ലാമിക തീവ്രവാദികളാൽ കൊല്ലപ്പെട്ടുകൊണ്ടിരുന്ന നൈജീരിയൻ ക്രൈസ്തവ സമൂഹത്തിന് ആശ്വാസവും പ്രതീക്ഷയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രസ്താവനയും അതിനോട് നീതി പുലർത്തിക്കൊണ്ട് അമേരിക്കൻ സൈന്യം നൈജീരിയയിലെ ഇസ്ലാമിക തീവ്രവാദ കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയതും അവർക്ക് വലിയ പ്രതീക്ഷയും ആശ്വാസവുമായിരുന്നു. എന്നാൽ കാര്യങ്ങൾ പുതിയ വർഷത്തിൻ്റെ പ്രഥമ ദിനങ്ങളിലേക്ക് എത്തുമ്പോൾ വീണ്ടും ഇസ്ലാമിക തീവ്രവാദികൾ ക്രൈസ്തവ സമൂഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അതിശക്തമായ ആക്രമണങ്ങളും തട്ടിക്കൊണ്ട് പോകലുകളും കൊള്ളിവെപ്പുകളും നടത്തുന്നു എന്നുള്ള നടുക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ നൈജീരിയയിൽ നിന്നും പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത ദിവസങ്ങളിൽ അദമാവ സംസ്ഥാനത്ത് ഉടനീളമുള്ള നിരവധി ക്രിസ്ത്യൻ ഗ്രാമങ്ങളിലേക്ക് ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ ആക്രമണം അഴിച്ചുവിടുകയും നിരപരാധികളായ ക്രിസ്ത്യാനികളെ ക്രൂരമായി കൊല്ലുകയും തട്ടിക്കൊണ്ടുപോവുകയും പള്ളികളും വീടുകളും തീവച്ച് ചാമ്പലാക്കുകയും ചെയ്തു. നൈജീരിയയിലെ എല്ലാ ക്രിസ്ത്യാനികളും തങ്ങളുടെ ലക്ഷ്യങ്ങളാണെന്ന് പ്രഖ്യാപിച്ച ഇസ്ലാമിക് സ്റ്റേറ്റ് വെസ്റ്റ് ആഫ്രിക്ക പ്രൊവിൻസ് തീവ്രവാദികൾ നൈജീരിയയിലെ ക്രിസ്ത്യാനികൾക്ക് ജീവിക്കണമെങ്കിൽ ഇസ്ലാമിലേക്ക് മതം മാറണമെന്നും അല്ലാത്ത പക്ഷം മരിക്കുവാൻ ഒരുങ്ങണമെന്നുമുള്ള ഫത്വകൾ പുറപ്പെടുവിച്ചുകൊണ്ടാണ് ആക്രമണങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം കനത്ത ജിസിയ, അതായത് നികുതി കൊടുത്താൽ നിങ്ങളുടെ രക്തം സംരക്ഷിക്കുവാൻ അവസരം തരാമെന്ന ക്രൂരമായ ഓഫറും ISWAP നൈജീരിയയിലെ ക്രൈസ്തവർക്ക് നൽകിയിട്ടുണ്ട്. നൈജീരിയയിൽ നടക്കുന്ന ക്രൈസ്തവ വേട്ടയെക്കുറിച്ച് US കോൺഗ്രസ്സുകാരനായ റൈലി മൂർ ഇസ്ലാമിക സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് ഈ ഇസ്ലാമിക അന്ത്യശാസനത്തെ ഉദ്ധരിച്ച് ഇടതുകാർ പറഞ്ഞു പരത്തുന്നത് പോലെ ഭൂമി സംബന്ധമോ കാലാവസ്ഥ മാറ്റമോ അല്ല നൈജീരിയയിലെ കൂട്ടക്കലകൾക്ക് കാരണം എന്നും നൈജീരിയയിലെ ക്രൈസ്തവർ പീഡനങ്ങൾ നേരിടുന്നത് അവരുടെ ക്രിസ്തുവിലുള്ള വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണെന്നും പറഞ്ഞു. ഏക രക്ഷകന് മുന്നിലല്ലാതെ മറ്റാർക്കും മുന്നിൽ ക്രൈസ്തവർ മുട്ടുകുത്തുകയില്ലെന്നും ഇസ്ലാമിക സ്റ്റേറ്റിന് മറുപടിയായ മൂർ എക്സിൽ കുറിച്ചിട്ടുണ്ട്. കണ്ണുകൾക്കൊന്നിനും കാരുണ്യമില്ലാതെ പോകുന്ന ഭീകരമായ പ്രതിസന്ധികളിലൂടെ നൈജീരിയൻ ക്രൈസ്തവ സമൂഹം കടന്നു പോകുന്നതിൻ്റെ ഏക കാരണം ക്രിസ്തുവിനെ അനുഗമിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. ആഗോള ക്രൈസ്തവ സമൂഹത്തിൻ്റെ പ്രാർത്ഥനകളും പിന്തുണയും ഈ പ്രതിസന്ധികളിൽ നിന്ന് അതിജീവനം നേടുവാൻ അവർക്ക് അത്യന്താപേക്ഷിതമായിരിക്കുന്നു. ക്രിസ്തുവിലുള്ള സഹോദരി സഹോദരന്മാരെ പിന്തുണയ്ക്കുവാനും ഈ തീവ്ര ഇസ്ലാമിക ഭീകരരെ പരാജയപ്പെടുത്തുവാനുമുള്ള ആഹ്വാനങ്ങളുമായി ആഗോള സഭയും രംഗത്തിറങ്ങിയിരിക്കുകയാണ്. നൈജീരിയയിൽ പ്രവർത്തിക്കുന്ന ചാരിറ്റി റിലീസ് ഇന്റർനാഷണൽ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് നൈജീരിയയിൽ ക്രിസ്ത്യാനികളുടെ മരണസംഖ്യ ഈ വർഷം ഇരട്ടിയാകുമെന്ന മുന്നറിയിപ്പാണ് ലഭിക്കുന്നത്. പോയ വർഷത്തിൻ്റെ ആദ്യ 220 ദിവസങ്ങളിൽ നൈജീരിയയിൽ കൊല്ലപ്പെട്ടത് 7000-ലധികം ക്രിസ്ത്യാനികളായിരുന്നുവെങ്കിൽ 100 കണക്കിന് ആളുകളെ തട്ടിക്കൊണ്ടുപോവുകയോ പീഡിപ്പിക്കുകയോ നാടുകടത്തുകയോ ചെയ്തിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ. നൈജീരിയയ്ക്കായി വേഗത്തിലുള്ള നടപടിയും ആഗോള സമൂഹത്തിൻ്റെ നിശബ്ദത അവസാനിപ്പിക്കലും ഉണ്ടായില്ലെങ്കിൽ ഈ വർഷം നൈജീരിയയിലെ ക്രിസ്ത്യൻ രക്തസാക്ഷിത്വ മരണങ്ങൾ ഇരട്ടിയാകുമെന്ന് ചാരിറ്റി റിലീസ് ഇന്റർനാഷണൽ മുന്നറിയിപ്പ് നൽകുകയാണ്. നൈജീരിയയിലെ ഓരോ സംസ്ഥാനങ്ങളിലും നടക്കുന്ന ക്രൈസ്തവ പീഡനങ്ങളെക്കുറിച്ചും അതിന് നേതൃത്വം കൊടുക്കുന്ന ഇസ്ലാമിക തീവ്രവാദ സംഘടനകളെക്കുറിച്ചും റിപ്പോർട്ട് വ്യക്തമായി പരാമർശിക്കുന്നുണ്ട്. ഏതായാലും ക്രിസ്ത്യാനികളെ ലക്ഷ്യം വെക്കുകയും ക്രൂരമായി കൊല്ലുകയും ചെയ്ത് ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല ചെയ്യുന്നത് നിർത്തിയില്ലെങ്കിൽ അവർക്ക് നരകം അനുഭവിക്കേണ്ടി വരുമെന്ന് ഞാൻ മുൻപ് ഈ തീവ്രവാദികൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു എന്നുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ട്രംപ് നൈജീരിയയിലെ വർത്തമാനകാല സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ വെനസ്വലയിൽ നടത്തിയ മാസ്മരമായ ആക്ഷനുകൾക്ക് പിന്നാലെ നൈജീരിയയിലേക്കും US സൈന്യം പറന്നിറങ്ങും എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഇസ്ലാമിക തീവ്രവാദികളാൽ ക്രൂരമായി കൊല ചെയ്യപ്പെടുന്ന നൈജീരിയയിലെ ക്രൈസ്തവ സഹോദരങ്ങൾക്കായി നമുക്ക് ഒരുമയോടെ ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കാം.